നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓണമൊക്കെ എല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിച്ചു എന്ന് കരുതുകയാണ് കേട്ടോ. ഓണമൊക്കെ എങ്ങനെ ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു സന്തോഷത്തിനായിട്ട് ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനം ഓണസദ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓണസദ്യയൊക്കെ വളരെ ഭംഗിയായിട്ട് വിഭവങ്ങളോട് കൂടിയിട്ട് എല്ലാവരും സദ്യയൊക്കെ കൊണ്ടു, നിറയെ പായസമൊക്കെ കുടിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ഓണം നന്മ നിറഞ്ഞ ഓണം കൂടി ആയി എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. സഹായം ആവശ്യമുള്ളവർക്ക് സഹായം നൽകണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് ആകുന്ന രീതിയിൽ എല്ലാവരും അത് ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നും കൂടെ കരുതുകയാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു ഓണക്കാലമൊക്കെ പതിയെ പതിയെ ഇങ്ങനെ നീങ്ങി പോകുകയാണ്. അപ്പോൾ ഈ ഓണത്തിന് ഗുരുവായൂരിലും വളരെ വിശേഷമായിരുന്നു കേട്ടോ. ഗുരുവായൂരിൽ ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഫാമിലിയുടെ വകയായിട്ട് ഭഗവാന് 2 പ്രധാനപ്പെട്ട സമർപ്പണങ്ങൾ. ഒന്ന് ഉത്രാട കാഴ്ചകുല സമർപ്പണം, മറ്റൊന്ന് ഓണക്കോടി സമർപ്പണം. ഇതും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിച്ചു. അപ്പം അത് വലിയൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യും. പക്ഷെ എല്ലാത്തിൻ്റെയും അവസാന തീരുമാനം, അന്തിമ തീരുമാനം എന്ന് പറയുന്നത് അത് ഭഗവാന്റെ ആണെന്ന് പറയാറുണ്ടല്ലോ. അത് ഭഗവാൻ ഏറ്റവും മികച്ച രീതിയിലാണ്, ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ അനുഗ്രഹം എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഫാമിലിയുടെ, നമ്മുടെ ഭക്തരുടെ വകയായിട്ട് 88 കാഴ്ചക്കുലകളാണ് ഉണ്ടായിരുന്നത്. അത് കൂടാതെ 4 കാഴ്ചക്കുലകളും കൂടെ ചേർത്തിട്ട് 92 ഉത്രാട കാഴ്ചക്കുലകളാണ് ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. ശരിക്കും ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞ ഒരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ തിരുവോണത്തിന്റെ അന്ന് 250-ലേറെ ഓണപ്പുടവകളാണ്, ഓണക്കോടിയാണ് ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും വകയായിട്ട് സമർപ്പിക്കാനായിട്ടും സാധിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും, പലർക്കും ഇവിടെ വരാനായിട്ടൊന്നും സാധിച്ചിരുന്നില്ല. പക്ഷെ എല്ലാവരുടെയും മനസ്സ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയേറെയായിരുന്നു ഭഗവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമർപ്പിച്ചത്. അപ്പോൾ ഭഗവാൻ അതൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാം കൈപിടിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. അത്രയും സന്തോഷമുള്ള 2 ദിവസങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കണ്ടേ. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനും ഒപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ടേ അലങ്കാരങ്ങൾ പറയണ്ടേ. അലങ്കാരങ്ങൾ ആദ്യം തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് കമൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അലങ്കാരം തന്നെ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം കണ്ടപ്പോഴേ എനിക്ക് നല്ല സന്തോഷം തോന്നി. കാരണം ഒരു പ്രത്യേക നല്ല ഭംഗിയുണ്ടായിരുന്നു. കയ്യിൽ വെണ്ണ പിടിച്ചിട്ടുണ്ട് വലത്തേ കയ്യിൽ, ഇടത്തേ കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ണയൊക്കെ കുറേ കഴിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചിട്ട് നല്ല വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കയ്യിൻ്റെ ഭാഗമൊക്കെ, ഈ തോളുകളുടെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, നല്ല വണ്ണത്തിലാണ് ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങനെ കുറുമ്പനായിട്ടുള്ള നല്ല ഉരുണ്ടിരിക്കുന്ന കുട്ടികളെ എനിക്ക് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമൊക്കെ തോന്നില്ലേ. അതേപോലെ ഒരു സന്തോഷം നന്നായിട്ട് തടിച്ചുരുണ്ടിട്ടുള്ള ഉണ്ണീനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഈ വെണ്ണയാണെങ്കിലോ അതിങ്ങനെ ഈ മുഖത്തോട് വായോട് ഇങ്ങനെ ചേർത്ത് വെക്കാനായിട്ട് പോകുക. അപ്പോൾ ഈ കയ്യിൽ വെണ്ണ കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിക്കാതിരിക്കാനായിട്ടും പറ്റില്ലല്ലോ, അത്രയ്ക്ക് കൊതിയല്ലേ. അപ്പോൾ കുറേ കഴിക്കുന്നുണ്ടേ. അപ്പോൾ വെണ്ണയൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് നീതിയൊക്കെ നന്നായി ഉണ്ടിട്ട് തടിച്ചിരിക്കുന്ന ഉണ്ണിയായിട്ടായിരുന്നു ചാർത്തിയുണ്ടായിരുന്നത്. പിന്നെ ഇന്നലത്തെ അലങ്കാരത്തിൽ ഞങ്ങൾ തൊഴാനായിട്ട് പോകുന്ന സമയത്തെ ഭഗവാന്റെ കയ്യിൽ വെണ്ണയും ഓടക്കുഴലും കൂടാതെ ഒരു പച്ച പട്ടും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നോക്കിയപ്പോൾ പച്ചപ്പട്ട് കണ്ടില്ല. അപ്പോൾ വിഷ്ണുവാണ്, ഭഗവാന്റെ കയ്യിൽ നിന്ന് പട്ടും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പോയി നോക്കി. പിന്നെ മേൽശാന്തിയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു കേട്ടോ, എന്താണ് ഭഗവാന്റെ കയ്യിൽ ഒരു പച്ചപ്പട്ടും കൂടി ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊരു ഭക്ത കൊണ്ടുവന്നിട്ടേ ഭഗവാന് സമർപ്പിച്ചതാണ്. കാരണം ഓണമൊക്കെ അല്ലേ. അപ്പോൾ ഓണത്തിന് വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും. ഓണത്തിനാണ് ഓണപ്പുടവ എന്നാ പറയുക. പക്ഷെ ഒന്നും വരാൻ പറ്റാത്തവർ എന്താ ചെയ്യുക, പിന്നെ വരുന്ന സമയത്ത് ഭഗവാൻ ഓണക്കോടി സമർപ്പിക്കും. അങ്ങനെ സമർപ്പിച്ച ഓണക്കോടി ആയിരിക്കാം. അപ്പോൾ അതിനെ കൊണ്ടുവന്നപ്പോൾ അത് ഭഗവാന്റെ കയ്യിൽ ചാർത്തിക്കൊടുത്തു. അങ്ങനെയാണ് ഭഗവാന്റെ കയ്യിൽ പച്ചപ്പട്ട് വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ. അപ്പം അതും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. ആരെന്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഭഗവാൻ അത് സ്വീകരിക്കും. അത് ഓണം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഓണക്കോടി ഭഗവാനുള്ളതാണോ, മനസ്സ് നിറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ടാണോ സമർപ്പിക്കുന്നത്, നമ്മുടെ ഉണ്ണിക്കൊരു ഓണക്കോടി എന്നുള്ള സങ്കല്പത്തിലാണോ ഭഗവാന് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്, തീർച്ചയായിട്ടും സ്വീകരിക്കും. അപ്പം അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കി തരലും കൂടിയാണ്. എന്തും ഭഗവാന് കൊടുത്തോളൂ, ഭഗവാൻ അത് കയ്യിൽ പിടിച്ചോളൂ. അത്രയ്ക്ക് സന്തോഷം. ആരെന്ത് വന്ന് കൊണ്ടുപോയി കൊടുത്താലും അതെല്ലാം സ്വീകരിക്കാനായിട്ട് ഇത്രയും സന്തോഷമുള്ള ഒരാൾ
വേറെ ആരാ ഉള്ളത്? അത് നമ്മുടെ ഗുരുവായൂരപ്പനാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും ഇതൊക്കെ കേട്ടറിഞ്ഞപ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സുന്ദരനായിട്ടുള്ള ഉണ്ണിയെയും കണ്ടു തൊഴുതപ്പോൾ മനസ്സ് നന്നായിട്ട് നിറയുകയും ചെയ്തു. മനോഹരമായിട്ട് ഇന്നലെ ഭഗവാനെ ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടി മാലകളാണ്. അതിൽ മുകളിലുള്ളത് നന്ദ്യാർവട്ടും തുളസിയും കൂടിയിട്ടാണ് കോർത്തിരിക്കുന്നത്. പിന്നെ ഒരു തിരുമുടിയിൽ 3 നിറങ്ങളുണ്ട്. തുളസിയുണ്ട്, തെച്ചിയുണ്ട്, നന്ദ്യാർവട്ടും ഉണ്ട്. 2 ഉണ്ടമാലകളുണ്ട് കേട്ടോ. അതിൽ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചി, തുളസി, പിന്നെ താമരയുടെ ഇതളും കൊണ്ടാണ് കോർത്തിരിക്കുന്നത്. 2ാമത്തെ ഉണ്ടമാല തെച്ചിയുണ്ട്, തുളസിയുണ്ട്. ഇതിന് നടുക്കാണ് കേട്ടോ. നല്ലൊരു ഉണ്ണിയായിട്ട്, കുറുമ്പൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ഉണ്ണിയായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഉണ്ണിയില്ലേ, അങ്ങനെയാണ്. കാലൊക്കെ നന്നായി ചേർത്ത് വെച്ചിട്ട് ഒതുക്കത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്, പൊന്നിൻ കിരീടം. പിന്നെ നെറ്റിയിൽ തിലകമുണ്ട്, കാതിൽ സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ കഴുത്തിൽ മാലകൾ. ആ മാലയൊക്കെ ഒരു 3 മാലയൊക്കെ ഇട്ട പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ നല്ല നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. വലത്തേ കൈയിലാണ് വെണ്ണൂറുള്ള, ഇടത്തേ കൈയിൽ ഓടക്കുഴൽ, പിന്നെ പച്ച പട്ടും കൂടെ ഭഗവാൻ പിടിച്ചിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ ഉണ്ടല്ലോ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, പട്ടുകോണൊക്കെ ഉണ്ട്. കാൽത്തള ഞാൻ ഇന്നലെ കണ്ടില്ല. പകലേന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ കാണാഞ്ഞിട്ടായിരിക്കും കേട്ടോ, എനിക്കെന്തോ കണ്ണെത്തിയില്ല കാൽത്തളയിലേക്ക്. സുന്ദരനായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് വെണ്ണയും ഓടക്കുഴലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ചാർത്തി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സുന്ദര രൂപം എല്ലാവരും മനസ്സിൽ കണ്ടോളൂ. എല്ലാവർക്കും ഭഗവാനെ ആ മനസ്സിലൊന്ന് സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി ഗണപതിയുടെ അലങ്കാരം പറയാട്ടോ. നമ്മുടെ ഉണ്ണിയൊക്കെ സുന്ദരനായിട്ടാണ് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഗണപതിയും സുന്ദരനായിട്ട് തന്നെയാണ് ഇവിടെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നത്. ഒരു കസവിൻ്റെ മുണ്ടാണ് കേട്ടോ അരയിൽ ചുറ്റിയിരിക്കുന്നത്. പിന്നെ ചുവന്ന പട്ട് വേറെ ചുറ്റിയിട്ടുണ്ട്. ഒരു ഉത്തരീയ ഉണ്ട്, അത് കസവിൻ്റെ തന്നെ ഉത്തരീയം ഇങ്ങനെ മുകളിലൂടെ ഇങ്ങനെ താഴേക്ക് ഇട്ടിട്ടുണ്ട്. വലത്തേ കൈയിലെ കദളിപ്പഴം, അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴിക്കാനായിട്ടുള്ള പാകത്തിനാണ് പിടിച്ചിരിക്കുന്നത്. ഇടത്തേ കൈയിൽ ഓടക്കുഴയിൽ ഇതിങ്ങനെ ചാരി വെച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാങ്ങാമാല, മാങ്ങാപ്പാലയ്ക്ക, അത് കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. നെറ്റിയിൽ കുറേ അലങ്കാരങ്ങളുണ്ട് കേട്ടോ. അവിടെയും വേറൊരു മാങ്ങാമാല വെച്ചിട്ട് നെറ്റിപ്പട്ടം പോലെയൊക്കെ ചാർത്തിയിട്ട് ചുവപ്പും വെള്ളയും നിറത്തിൽ കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. നല്ല രസമുള്ള അലങ്കാരം കാതുകളിലുണ്ട്. പിന്നെ നെറുകിൽ കിരീടത്തിന് പകരമായിട്ട് ഒരു ചന്ദ്രകലയുണ്ട്, പിന്നെ ഒരു മയിൽപ്പീലിയുണ്ട്. അപ്പോൾ നല്ല സുന്ദരനായിട്ടാണ് ഗണപതിനെയും അണിയിച്ചൊരുക്കിയിരിക്കുന്നത് കേട്ടോ. സന്തോഷവാനായിട്ടിരിക്കുന്ന ഗണപതിയായിരുന്നു. എല്ലാവരും ഗണപതിയുടെയും രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിലെ എല്ലാവരും ഒന്ന് ഏത്തിട്ടോളൂ. ഇനി ഭഗവതി അമ്മയുടെ അലങ്കാരം കൂടെ പറയാട്ടോ. ഭഗവതി നല്ല സുന്ദരിയായിട്ടായിരുന്നു ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട, കുറച്ച് നീളത്തിലുള്ളതാണ്. ഏകദേശം പകുതിയൊക്കെ ആകുമ്പോൾ ഒരു പിസ്ത പച്ച നിറത്തിലൊരു പട്ടും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ചുവന്ന പട്ടാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മാലകൾ. കഴുത്തിലെ ഇളക്കത്താലി ഉണ്ടല്ലോ, കുറച്ച് വീതിയിലുള്ളത്, അതാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അപ്പം നല്ല തിളക്കം, കുഞ്ഞു താലികൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. കാതുകളിലെ കമ്മലിട്ടിട്ടുണ്ട്, അത് ശരിക്കുള്ള കമ്മലാണ് കേട്ടോ. നല്ല വട്ടത്തിലുള്ള ഒരു സ്വർണ്ണ കമ്മൽ, അതിൻ്റെ ഇടയിൽ കുഞ്ഞു സ്വർണ്ണമണികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലത്തെ അങ്ങനത്തെ കമ്മല. ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ട് നല്ലൊരു പുഞ്ചിരിയൊക്കെ ആയിട്ടാണ് ഭഗവതി ഇരിക്കുന്നുണ്ടായിരുന്നത്. നെറ്റിയിലൊരു കറുപ്പ് നിറത്തിലാണ് പൊട്ട്, കാരണം ആ ഭാഗം ചാർത്തി ഇട്ടില്ല, ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ കറുത്ത പൊട്ട് പോലെയല്ലേ നമുക്ക് തോന്നാം. പിന്നെ നെറ്റിയുടെ ഭാഗത്ത് കിരീടത്തിൻ്റെ അവിടെയായിട്ട് മാലയൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. സ്വർണ്ണത്തിലകവും പൊട്ടുകളൊക്കെ വെച്ചിട്ടുള്ള പ്രത്യേക അലങ്കാരമുണ്ട്. അപ്പോൾ അതൊരു കിരീടം പോലെ തോന്നിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല സുന്ദരിയായിട്ട് നല്ല ഭംഗിയുള്ള മുഖച്ചാർത്ത്, നല്ല നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സുന്ദരി കൊച്ചിരിക്കുന്ന പോലെ തോന്നില്ലേ, അങ്ങനെയായിരുന്നു ഇന്നലത്തെ. സുന്ദരിയമ്മയായിട്ടായിരുന്നു ഭഗവതിനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്കേ ഉത്രാടക്കുല സമർപ്പണത്തിൻ്റെ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. 88 കാഴ്ചക്കുലകൾ പ്ലസ് പിന്നെ 4 എക്സ്ട്രാ കുലകളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 92 കാഴ്ചക്കുലകളാണ് ഇപ്രാവശ്യം നമ്മൾ ഗുരുവായൂരപ്പനെ സമർപ്പിച്ചത്. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. ഉത്രാടത്തിൻ്റെ കുലകളൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പുരാടത്തിൻ്റെ അന്ന് തന്നെ തന്ത്രിമഠത്തിലായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടായിരുന്നു തലേ ദിവസം ഞങ്ങൾ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ 12 ശേഷമാണ് കേട്ടോ സമർപ്പിച്ചത്. അന്ന് കുറച്ച് മഴയൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. നല്ല അതിശക്തമായിട്ടുള്ള മഴ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തീരെ ഇല്ലാന്നും പറ്റില്ല. കുട ചൂടേണ്ട ഒരു അവസ്ഥ, അങ്ങനെ മഴയുള്ള ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആ ഒരു സമയത്ത്. പിന്നെ ഞങ്ങളുടെ കൂടെ സമർപ്പണത്തിനായിട്ട് ഞാനും വിഷ്ണു ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം അനന്തനും വേറൊരു കുട്ടി, അനന്തൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും വരാനായിട്ട് പറ്റിയിരുന്നില്ല കേട്ടോ. പിന്നെ ലാലാമ്മ ഉണ്ടായിരുന്നു, ലാലാമ്മയുടെ മകൻ ഉണ്ടായിരുന്നു, മരുമകളും കൂടി ഉണ്ടായിരുന്നു. അവർ ന്യൂസിലൻഡിലാട്ടോ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും ഓണത്തിനല്ല അവർ വന്നത്, ഗുരുവായൂരപ്പൻ്റെ ഉത്രാടക്കുല സമർപ്പണത്തിനായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ വർഷം മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മകനെ ഈ ഒരു സമർപ്പണം അത് ശരിക്കും മിസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 3
പേരുണ്ടായിരുന്നു. പിന്നെ കുലകളൊക്കെ അകത്തേക്ക് കൊണ്ടുപോകണല്ലോ, അവിടെ ഭഗവാന്റെ തിരുനടയ്ക്ക് മുന്നിലായിട്ട് കൊടിമരച്ചോട്ടിൽ സമർപ്പിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ജോലിക്കാരായിട്ടുള്ള, കാരണം ആ വണ്ടി തള്ളാനായിട്ട് ഒരു ഉന്തുവണ്ടി ഉണ്ടല്ലോ, അത് തള്ളാനായിട്ട് നാരായണൻകുട്ടിയേട്ടനെയും പിന്നെ ഗണപതി അണ്ണനെയും പിന്നെ മറ്റൊരു ഏട്ടനും കൂടി ഉണ്ടായിരുന്നു. ഈ 3 പേരോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗണപതി അണ്ണനെ അന്ന് വരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നാരായണൻകുട്ടിയേട്ടനും വേറൊരു ഏട്ടനും കൂടെ, ഏട്ടൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അവർ 2 പേരും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കൂടെ വിഷ്ണു ഉണ്ട്, പിന്നെ ലാലമ്മയുടെ മകനായിട്ടുള്ള ജ്യോതിസ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടാണ് കുലയൊക്കെ എടുത്തുകൊണ്ടുപോയിട്ട് വണ്ടിയിൽ വെച്ച് അങ്ങനെ. പക്ഷെ ഞങ്ങളും കൂടെ സഹായിക്കാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ബലം പോരല്ലോ. അപ്പോൾ 1-2 ഒക്കെ വെക്കാനായിട്ട് സാധിച്ചു. പിന്നെ വലുതായിട്ട് അങ്ങോട്ട് പോയില്ല കേട്ടോ, കുറെ അനുഗമിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷ്ണു, ജ്യോതിസും പിന്നെ നാരായണൻകുട്ടിയേട്ടനും മറ്റേ ഏട്ടനും കൂടിയിട്ടായിരുന്നു. അത് 4 ട്രിപ്പായിട്ടാണ് കേട്ടോ ഉന്തുവണ്ടിയിൽ. അങ്ങനെ കൊടിമരത്തിൻ്റെ ഈ നമ്മുടെ മഞ്ചാടി ചെമ്പുണ്ടല്ലോ, ആ ഭാഗത്തായിട്ടായിരുന്നു എല്ലാ കുലകളും കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു സമയത്തെ ഇങ്ങനെ ഓരോ തവണയായിട്ട് ഇങ്ങനെ കുലകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കുമായിരുന്നു മഞ്ചാടി ചെമ്പിന് മുന്നിലായിട്ട്. അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മഴ പുറത്ത് പെയ്യുന്നുണ്ട്, അപ്പോൾ ചെറിയൊരു ഇരുട്ട് സ്വാഭാവികമായിട്ട് വരുമല്ലോ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ കുലകളൊക്കെ നല്ല പഴുത്ത് പാകമായിട്ടുള്ള കുലകളാണ്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വർണ്ണവർണ്ണം അങ്ങനെയായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട്, ലാലാമ്മയുണ്ട്, എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ ഭക്തരെയും അവിടെ വെച്ചിട്ട് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. കാരണം ഈ കുലകൾക്ക് നടുക്കായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും നോക്കുന്ന സമയത്ത് കാണാനും പറ്റൂലോ. അങ്ങനെ അവിടെ വെച്ചിട്ട് കുറേ നമ്മുടെ ഭക്തരെ കാണാനായിട്ടും കൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയർമാൻ വന്നു. പിന്നെ സമർപ്പണത്തിന്റെ സമയമാണ്. ചെയർമാനും വിഷ്ണുവും കൂടിയിട്ടാണ് കേട്ടോ ആദ്യത്തെ ഉത്രാടക്കുല നമ്മുടെ ഗുരുവായൂർ ഡിവോട്ടീസ് ഭക്തരുടെ വകയായിട്ട് ഭഗവാന് സമർപ്പിച്ചത്. അത് ഭഗവാന്റെ നേരെ മുന്നിൽ വലിയ ബലിക്കല്ലുണ്ടല്ലോ, അതിന് മുന്നിലായിട്ടാണ് സമർപ്പിച്ചത്. ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള നിമിഷമാണ്. അപ്പൊ ഞങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാ കുലകളും കൂടി അവിടെ സമർപ്പിച്ചാലോ എന്ന്. അപ്പൊ അവിടെ ആരോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ദേവസ്വം മന്ത്രി പോലും അവിടെയാണ് സമർപ്പിച്ചത്, പിന്നെ എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു തമാശയായിട്ട്. അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ ആദ്യത്തെ ഉത്രാടക്കുല സമർപ്പിച്ചതിന് ശേഷമായിട്ട് ബാക്കിയുള്ള ഉത്രാടക്കുലകൾ ഉണ്ടല്ലോ, അതെല്ലാം കൊടിമരത്തിന്റെ ചുവട്ടിലായിട്ട് ഏറ്റവും ആദ്യം ആ കൊടിമരത്തിന് മുന്നിലുള്ള ഭണ്ഡാരം ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് സമർപ്പിച്ചു. അപ്പൊ ഈ സമർപ്പണത്തിന്റെ സമയത്തെ അവിടെ ഈ ഭക്തരിങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ടാവൂലോ, ആ 2 ഭാഗവും കയറ് കെട്ടിയിട്ട് മറിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്രവേശിക്കാനായിട്ട് സാധിക്കാത്ത രീതിയിൽ, കാരണം അത്രയധികം കുലകൾ ഉണ്ടല്ലോ, ഇതെല്ലാം ഭംഗിയായിട്ട് സമർപ്പിക്കാൻ വേണമല്ലോ. അപ്പൊ 2 ഭാഗത്തും ഭക്തർ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ബാക്കിയുള്ള എല്ലാ കുലകളും ആ കൊടിമരത്തിന്റെ ചുവട്ടിലുള്ള ഭണ്ഡാരമുണ്ട്, ഭണ്ഡാരത്തിന് മുകളിൽ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം നിലത്ത് ഇങ്ങനെ കുന്നുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള നിമിഷം. ഒരുപാട് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ചില ഭക്തര് അവിടെ കാണുന്നുണ്ടായിരുന്നു, നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ഭക്തർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു ആ ഒരു കാഴ്ച കണ്ടപ്പോൾ. നിങ്ങളെല്ലാവരും കൂടെ സമർപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ചെയർമാന്റെ സാന്നിധ്യത്തിലെ ഗുരുവായൂരപ്പന്റെ നേരെ മുന്നിലായിട്ട്. അത് ശരിക്കും ഗുരുവായൂരപ്പൻ തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര ഭംഗിയായിട്ട് ഭഗവാന്റെ ഭക്തര് സമർപ്പിക്കുന്ന കാഴ്ചക്കുലകൾ ഭഗവാൻ സന്തോഷപൂർവ്വമാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യം ഉറപ്പുണ്ടായിരുന്നു. ഇത്രയും ഭംഗിയാക്കി തരും എന്നുള്ളത്, അത് ആ ഒരു നിമിഷം അനുഭവിച്ച ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കൊണ്ട് കൂടിയാണ് കേട്ടോ അങ്ങനെയൊക്കെ സാധിച്ചത്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ്, അതിൻ്റെ ദൃശ്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉത്രാടാണ്. ഗുരുവായൂരപ്പനെ ഉത്രാടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഉത്രാട കാഴ്ചക്കുല സമർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഫാമിലിയുടെ വക 88 ഉത്രാട കാഴ്ചക്കുലകളാണ് നമ്മൾ ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ പോണത്. ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ നമ്മൾ സമർപ്പിക്കാൻ പോണ ഉത്രാട കാഴ്ചക്കുല.
അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒക്കെ കണ്ടുല്ലോ, ഫോട്ടോയോ ഒക്കെ കണ്ടുല്ലോ. അപ്പോൾ അത്രയും ഉത്രാടക്കുലകളാണ് നമ്മൾ സമർപ്പിച്ചത് കേട്ടോ. അതിലെ ദേവസ്വത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക്, കാരണം പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് ഈ പഴം ഉപയോഗിച്ചിട്ടാണ് പഴം പ്രഥമനൊക്കെ തയ്യാറാക്കുക. അപ്പം അതിനുള്ള ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ലേലത്തിലൂടെ ഭക്തർക്ക് സ്വന്തമാക്കാനും കൂടെ സാധിച്ചിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ശരിക്കും കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഉത്രാടക്കുല സമർപ്പണത്തിന് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന കുലകളൊക്കെ സമർപ്പിക്കുന്നു, അപ്പം തന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. അതുകൊണ്ട് ഫോട്ടോ എടുത്തപ്പോഴേ എല്ലാ കുലകളും ഒന്നും അതിൽ കണ്ടില്ല. അതുകൊണ്ടാണ് അന്ന് പബ്ലിഷ് ചെയ്യാതിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എല്ലാ കുലകളും കൊണ്ടുവന്നിട്ട് മഞ്ചാടിച്ചെമ്പിൻ്റെ അവിടെ വെച്ചതിന് ശേഷമാണ് സമർപ്പണം നടന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആ ഒരു ചിത്രത്തിൽ അത് ഭംഗിയായിട്ട് കാണുന്നതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ കണ്ടിട്ട് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും നല്ല സന്തോഷമായി കേട്ടോ. നന്നായി ഭഗവാനെ തൊഴാനും പറ്റി. അന്നത്തെ അലങ്കാരം എന്ന് പറയുന്നത് ഞാൻ ലാലാമ്മയൊക്കെ പറഞ്ഞു, ചിലപ്പോൾ സ്പെഷ്യൽ അലങ്കാരത്തിലായിരിക്കും ഭഗവാൻ വരിക, കോലയൊക്കെ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും വരിക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭഗവാൻ വന്നത് അന്ന് ഓണക്കോടി പിടിച്ചിട്ടാണ്. ഭഗവാൻ എന്താ പറഞ്ഞതെന്ന് അറിയോ? നിങ്ങൾ ഉത്രാടക്കൊലയൊക്കെ സമർപ്പിച്ചില്ലേ, ഞാനെല്ലാം ഭംഗിയാക്കി തന്നില്ലേ, ഇനി എൻ്റെ ഓണക്കൂടി കൂടെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്നുള്ള ഭാവത്തിലായിരുന്നു ഭഗവാന്റെ അലങ്കാരം. അപ്പൊ ഇത് നമ്മുടെ അടുത്ത് പറയാതെ പറയാന്നൊക്കെ പറയില്ലേ, നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഭഗവാൻ കുറച്ചും കൂടെ മുകളിലായിട്ടാണ് ചിന്തിക്കുക. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അപ്പോൾ ഉത്രാടക്കൊല സമർപ്പിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് ഓണപ്പുടവ സമർപ്പണമാണ്. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് ഓണപ്പുടവ സമർപ്പണത്തിനായിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടു. കാരണം ഞാനും വിഷ്ണു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലാലാമ്മയൊക്കെ ഉത്രാടക്കുലയുടെ സമർപ്പണം കഴിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ അവർ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വിട്ടു. കാരണം അവർക്ക് ഓണം അവിടെയാണ്, തിരുവനന്തപുരത്താണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തണമല്ലോ. ഉത്രാടക്കുല സമർപ്പണത്തിനായിട്ടായിരുന്നു അവർ 3 പേരും മക്കളും ലാലാമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പോയപ്പോൾ പിന്നെ ഞാനും വിഷ്ണു മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ എല്ലാവർക്കും ഉള്ള നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ ഭഗവാന്റെ അടുത്തേക്ക് ഓണപ്പുടവയായിട്ട് എത്തി. അവിടെ എത്തിയപ്പോഴായിരുന്നു ഏറ്റവും എന്താ പറയുക സന്തോഷം. ആ ഉന്തുവണ്ടിയിലെ എല്ലാ ഓണപ്പുടവയായിട്ട് മഞ്ചാടി ചെമ്പിൻ്റെ അവിടേക്ക് കൊണ്ടുവന്ന് വെച്ചു. കൃത്യം ഞങ്ങൾ സമർപ്പിക്കുന്ന സമയം എപ്പോഴാണെന്നറിയോ? ഉച്ചപൂജയ്ക്ക് നേദ്യം പറയാനായിട്ട് കുറച്ചു നിമിഷങ്ങൾക്ക് മുൻപ്. അപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് ഭക്തരെ വിടുന്നത് നിർത്തിവെക്കും. കാരണം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, പിന്നെ ആരും കയറില്ലല്ലോ ആ ഒരു സമയത്ത്. അങ്ങനെ നേദ്യം പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. വേഗം സമർപ്പിച്ചു. ബലിക്കലിൻ്റെ മുന്നിലായിട്ട് എല്ലാ ഓണപ്പുടവയും ഭഗവാനെ സമർപ്പിച്ചു. അപ്പോൾ ഭക്തരൊന്നും അകത്തേക്ക് കടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ നന്നായിട്ട് തൊഴാനായിട്ടും കൂടെ സാധിച്ചു കേട്ടോ. ഭഗവാനാണെങ്കിലും സർവാഭരണ വിഭൂഷിതനായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. നന്നായി കണ്ടു തൊഴുതു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർഷവും ഭംഗിയായിട്ട് ഉത്രാടക്കുലയാണെങ്കിലും ഓണപ്പുടവയാണെങ്കിലും ഭഗവാനെ സമർപ്പിക്കാനായിട്ടുള്ള ആ ഒരു സഹായവും അനുഗ്രഹമൊക്കെ നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ എല്ലാ ഫാമിലിക്കും വേണ്ടിയിട്ടും സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് സമർപ്പിച്ചത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോരാണ് കേട്ടോ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ വിഷുവിന് ഇതുപോലെ ഓണപ്പുടവ വിഷുക്കോടി സമർപ്പിക്കാനായിട്ട് ചെന്നിട്ട് കുറച്ച് നേരം വൈകി. അപ്പോൾ വീട്ടിലെ ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും ആ സമയത്തിന് എത്താൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ ഗുരുവായൂരിന് അമ്പലത്തിൽ നിന്നാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അന്ന് നല്ല വഴക്ക് കേട്ടു. അത് ഇവിടുന്ന് കഴിച്ചത് കൊണ്ടല്ല, അവിടെ കാത്തിരുന്നു, നേരം വൈകിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അന്ന് അവിടെ വെച്ചിട്ട് ഫോട്ടോ ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. വേഗം ഭഗവാന് ഓണപ്പുടവ സമർപ്പിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് ഓടി വരികയായിരുന്നു. കാരണം കുട്ടികളൊക്കെ വീട്ടിലായിരുന്നു. അങ്ങനെ ഭംഗിയായിട്ട് ഭഗവാന്റെ ഓണപ്പുടവ സമർപ്പണവും കൂടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യാനായിട്ട് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിന് സാധിച്ചു. അപ്പോൾ ഇനിയും ഭഗവാൻ ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാം കൊണ്ടും നന്മ നിറഞ്ഞ ഒരു ഓണം തന്നെയാണ് എന്ന് തന്നെ കരുതാണ് കേട്ടോ. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ഭഗവാൻ നൽകട്ടെ. ഭഗവാനോട് അടുക്കാനായിട്ട് ഇനിയും ഒരുപാട് പേർക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.